സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എഫോടെക്. അപ്പോൾ ഇപ്പം നമ്മൾ എവിടെയാണെന്ന് എല്ലാവരും ചിന്തിക്കും. നമ്മൾ പുതിയ സർവൈവൽ വേൾഡ് അല്ല, ഒരു സെർവറിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് മൈൻഡ് ബസ്റ്റേഴ്സ്. മൈൻഡ് ബസ്റ്റേഴ്സ് സീസൺ 3. ഞാനിവിടെയാണ് ഇപ്പോൾ സ്പോൺ ആയിരിക്കുന്നത്. നമ്മൾ സ്പോൺ ആയ പ്ലേസാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു കുടിലുണ്ട്. നമ്മുടെ അരുമ്പ്രോ പണിഞ്ഞു വെച്ച കുടിലാണ് ഈ കാണുന്നത്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് കിട്ടും. ഫർണസിലെല്ലാം ഉണ്ടോ? ഹിഷം വാസ് ഹിയർ ടു. ആരും ഇവിടെ ഉണ്ട് ഗൈസ്, ഞാൻ ഒച്ചയൊക്കെ കേൾക്കുന്നു. റീസ്റ്റാർട്ട് ചെയ്യാൻ പോണോടാ. എന്തൊരു രാശി, എന്തൊരു രാശി. നമുക്ക് സെർവർ നൈസായിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് സെർവർ റീസ്റ്റാർട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്കൊരു ബോട്ട് ഉണ്ടാക്കാം ഇവിടുത്തെ മരമൊക്കെ വെട്ടിയിട്ട്. എടാ, ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റിൻ്റെ കോർഡിനേറ്റ്സ് പറയണേ. തൊട്ടടുത്ത് തന്നെയാ? ഇതല്ലേ ബോട്ടിൻ്റെ റെസിപ്പി? എടാ, ബോട്ടിൻ്റെ റെസിപ്പി എന്നാ? ജസ്റ്റ് ഈ റാ പോലെ വെക്കുമല്ലേ? എടാ, ബോട്ടിന് ഷവ്വലൊക്കെയാ? ആ ബോട്ട് ഉണ്ടാക്കണമെങ്കിൽ ഷവ്വല് വേണോ? അതേത് റെസിപ്പി? ഗൈസ്, വൈ ദിസ്? ബോട്ട് ഉണ്ടാക്കാൻ ഷവ്വലൊക്കെ വെച്ചിട്ട്? ഓ അയ്യോ, ഒരു ഷവ്വല്. ഉഫ്, ഇജാതി കഷ്ടപ്പാട്. ബോട്ട് ഉണ്ടാക്കാൻ ഓ ഓ എൻ്റെ അമ്മോ. അയ്യോ, ഇപ്പൊ ബോട്ട് തല്ലി പൊട്ടിച്ചാനെ. ബോട്ടിൽ കയറാൻ നോക്കിയതാ. എടാ, ഇതിലെങ്ങനെയാടാ മുമ്പോട്ട് പോകുന്നേ? എടാ, മുമ്പോട്ട് പോകുന്ന എങ്ങനാ? ഓ, രണ്ടേലും കൂടെ ഒരുമിച്ച് വെക്കണോ മുമ്പോട്ട് പോണേ? അയ്യോ, ജാവ ഉയർ. ഞാനേ കുറെ നേരമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ബോട്ട് കിടന്ന് വട്ടം കറങ്ങുന്ന അല്ലാണ്ട് മുമ്പോട്ട് പോകണില്ല. അതല്ലേ പറഞ്ഞേ, ജാവ ഉയർ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റ് ആണ് നമ്മുടെ ഇത് കാണുന്നത്. ഷോപ്പൊന്നും എല്ലാം ആയിട്ടില്ല. കണക്കിന് നോക്കുകയാണെങ്കിൽ ഞാൻ ലേറ്റ് ആയിട്ടാണ് കയറുന്നത്. ആ കാണുന്ന പോർട്ടലാണ് നമുക്ക് ആവശ്യം. ഇത് സൂം ചെയ്യാൻ വല്ല വഴിയുണ്ടോ? ഉഫ്, അതിന് ഏത് കാലത്ത് വരാനാ? എന്താണ് ഇവിടെ കുറേ ചെസ്റ്റൊക്കെ ഉണ്ടാച്ചേക്കുന്നത്? അറിയോ ഐറ്റംസ്. നമുക്ക് നേരെ പോർട്ടലിലേക്ക് കയറാം. അയ്യോ, ഗോൾഡ് ഐറ്റംസ് ഒന്നുമില്ല. ദൈവമേ, പന്നി പിടിക്കാണ്ടിരുന്ന ഭാഗ്യം. അല്ല, എൻ്റെ കയ്യിൽ ഗോൾഡ് ഐറ്റംസ് ഒന്നുമില്ല. നേരെ ഒന്ന് ഞാൻ കുറേ നേരം പോർട്ടലിൻ്റെ അകത്ത്. ആ ഓക്കെ. എൻ്റെ അമ്മോ, കമോൺ. എന്താടാ ഇതിങ്ങനെ? ബിൽഡിംഗ് ടെറൈൻ കുറേ നേരം ആയല്ലോ കാണിക്കുന്നത്. ഇതെന്താണ്? ജനറേറ്റിംഗ് വേൾഡ് ബിൽഡിംഗ്. ആ വന്ന്. ഇറങ്ങിയ വഴി എനിക്ക് ഇവിടുന്ന് അടി കിട്ടി. അത് ഇവിടുന്ന് ഡ്യൂഡി ബോയ് KL0 ഗെയിം. ക്രൂസോൻ്റെ ബേസ് എവിടെയാണെന്നാണ് ഞാൻ തപ്പുന്നത്. യോ, ക്രൂസോൻ്റെ ബേസ് ഇവിടെ. ആ അതേണ്ടേ, ഈ വഴിയാണ് ക്രൂസോൻ്റെ ബേസ്. ഒരു വെറൈറ്റിക്ക് നമുക്ക് ബോട്ടിട്ട് തുഴഞ്ഞു പോയാലോ? എന്താടാ നെതറിലൊരു സ്പീഡില്ലാത്ത ഇയാൾക്ക്? ജാവയ്ക്കകത്ത് റോക്കറ്റ് പോലെ പോകുന്ന മനുഷ്യരാ. QD ബേസാണിത്. ഇവിടെ QTPയുടെ ബേസാണത്. ഇതാരുടെ ബേസാ? ഇത് അദ്വൈതിൻ്റെ ബേസിലേക്കുള്ള വഴി. മിക്കവാറും തന്നെ ബേസ് ഈ വഴിയാണെന്ന് തോന്നുന്നല്ലേ. അരുമ്പ്രോൻ്റെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും. മിസ്റ്റർ സൈക്കോ. അയ്യോ,
ആ ഇത് നമ്മുടെ മറ്റേ അയ്യോ അതിൻ്റെ പേരെന്തുവാ എൻഡിലേക്കുള്ള വഴി, എൻഡ് ബോട്ടിലുള്ള വഴി. ഇതാരുടെ ബേസാണ്? ഷോ ഓ അത് തന്നെ, നൂബ്സിൻ്റെ വീട്ടിലേക്കുള്ള വഴി. അയ്യോ പന്നി നിൽക്കുന്നു, ഓടട്ടെ. ആര്? ഇത് ഓഫ് ബ്രൂട്ടിൻ്റെ ബേസിലേക്ക് എന്താ ഇത്ര? അല്ല ഇത് വേറെ വഴി കേട്ടോ, ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു വഴി. ഞാനോർത്ത് അവൻ്റെ വഴിയിൽ ഇത്ര സെറ്റപ്പ് പോകുന്നു. ഇത് നമ്മുടെ അവന് ഗോൾഡ് കൊടുക്കുന്ന പരിപാടിയാണ് ഇവിടെ. ഇതെങ്ങോടാ? ഇൻഡസ്ട്രിയൽ ഏരിയ ബ്രൂട്ടിൻ്റെ, ട്രേഡിംഗ് ഫാങ് ബ്രൂട്ടിൻ്റെ. എടാ ബ്രൂട്ടിൻ്റെ വീട്ടിൽ എന്താണോ ഉള്ളത്? എല്ലാം പലയിടത്താണല്ലോ. ഐ മീൻ അമലിൻ്റെ. ഇത് നമ്മുടെ അരുംബ്രോൻ്റെ വീട്ടിലേക്ക്. അയ്യോ എടാ പന്നി നിൽക്കുന്നടാ. അരുംബ്രോൻ്റെ ബേസ് കഴിഞ്ഞല്ലേ ക്രൂസോ നിന്റെ ബേസ്? സ്ട്രോങ് ഹോൾഡ്. ആ ഇതാണ് ബ്രോ, ഇതാണ് സ്ട്രോങ് ഹോൾഡിലേക്കുള്ള ബേസ്. മെസ്സിൻ ക്രൂസോ നിന്റെ വീട്ടിലേക്കുള്ള വഴി അവിടെ. അമ്മേ അതുങ്ങൾ എൻ്റെ പുറകെ വരുന്നു. ക്രൂസോന്റെ വീട്ടിലേക്ക് വഴിയില്ല ഇവിടെ. ഗൈസ് നമ്മൾ ഇത് തന്നെയാണ് പ്രശ്നം. നമുക്ക് ക്രൂസോന്റെ വീട്ടിലേക്കുള്ള ബേസ് കണ്ടുപിടിച്ചിട്ട് ഞാൻ വരാം. അറ്റ് ലാസ്റ്റ് ക്രൂസോന്റെ ബേസ് കണ്ടുപിടിച്ച് ഗൈസ്. ഇതാണ് നമ്മുടെ ക്രൂസോന്റെ ബേസിലേക്കുള്ള വഴി. അയ്യോ നമ്മൾ അവസാനം ക്രൂസോന്റെ ബേസിലേക്കുള്ള വാതിലാണ് ഈ കാണുന്നത്. മിസ്റ്റർ ക്രൂസോ വെർ ഈസ് ഹി? ക്രൂസോ എവിടെയാണ്? നമുക്ക് ഏകദേശം ആ ഭാഗം പോയി നോക്കാം. ക്രൂസോ ഇവിടെ ഭയങ്കരമായിട്ട് യുദ്ധത്തിലാണ് ഗൈസ്. ഇതാരുടെ പൈസ? എടാ ഈ ഷീപ്പ് ഫാം ഒക്കെ ഉള്ള ആരുടെയാ? തിന്നാനല്ല പറഞ്ഞ, പൊട്ടിക്ക് മിസ്റ്റർ അത്. അയ്യോ നോയ്സ് ഉണ്ടാവൂടാ, മഴ പെയ്യുന്നടാ. ഈ പ്ലേസ് കൊള്ളാം. നമുക്കിവിടെ ഹൈറ്റ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ വില്ലേജർമാർക്ക് പുറത്തും പോകാൻ പറ്റത്തില്ല. ഒരു കുറച്ച് ഏരിയ, നമ്മളത്ര വലിയ ബേസിൻ്റെ പരിപാടിക്കാരൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ സെറ്റപ്പൊക്കെ മതി. ക്രൂസോ -415 -2352 ആർക്കും ഇല്ലല്ലോ. നിന്റെ ഏരിയന്ന് കുറച്ചിങ്ങോട്ട് വന്നു ഞാൻ. നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് മരമൊക്കെ മുറിച്ച് റിസോഴ്സസ് കളക്ട് ചെയ്തിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 396 2251 പോവാം. 390 2350 പോവാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ റിസോഴ്സസ് ഒക്കെ കുറേ കളക്ട് ചെയ്ത് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. നൈസായിട്ട് കുറച്ച് ടോർച്ചൊക്കെ ഇവിടെ വെച്ചു. ബിൽഡിങ്സ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ ഈ ഒരു ഹൈറ്റിൽ ഫുള്ള് നമ്മളിങ്ങനെ ടെറഫാം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വില്ലേജർമാർ ഇതുവഴി ചുമ്മാ ഓടിച്ച് നടത്താൻ പറ്റും. ചെറിയ ചെറിയ ബിൽഡും വില്ലേജർമാരും നടക്കും. പക്ഷേ ഫുള്ള് സെറ്റപ്പും അണ്ടർഗ്രൗണ്ട് ആയിരിക്കും, ട്രേഡിംഗ് ഹാളും അതുമെല്ലാം. പക്ഷേ
വില്ലേജർമാരൊക്കെ ചുമ്മാ ഇതുവഴി ഓടി നടക്കുന്ന സെറ്റപ്പ്, വേറെ പുറത്തേക്കൊന്നും പോകാത്ത രീതിയിൽ ഇവിടെ ബ്ലോക്ക് ചെയ്യും. ആ ഒരു രീതി പ്ലാനാണ്. ഇതിപ്പോൾ ഫസ്റ്റ് എപ്പിസോഡാണ്, വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യമേ എടുത്ത സ്ഥലത്തു നിന്ന് കുറച്ച് മാറി. കാരണം അത് പിന്നെ ക്രൂസോൻ്റെ ബേസിൻ്റെ തൊട്ടടുത്തായി പോകും. മീൻസ് അവൻ പണിത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ഡിസ്റ്റൻസേ കാണുകയുള്ളൂ. അപ്പോൾ അത് 2 ബേസ് ഏകദേശം കുറച്ച് അടുത്തായിട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്. നമ്മൾ അവിടുന്ന് കുറച്ചിങ്ങോട്ട് മാറി ഇവിടെ വന്നു. ഇവിടെ അത്യാവശ്യം നല്ല സ്പേസാണ്. ഇത് അവിടെ ഒരു വില്ലേജ് ഉണ്ട്. പിന്നെ ദേ ഇവിടെ വന്നൊരു കുടിൽ പോലെ ഞാൻ പണിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇത് കിട്ടിയായിരുന്നു, ബാമ്പു. വഴിക്ക് ബാമ്പു എല്ലാം എടുത്ത് നട്ട്. പിന്നെ അതേ അവിടെ ഒരു പോർട്ടൽ വെച്ചിട്ടുണ്ട്. പോർട്ടൽ ഇതുവരെ ഞാൻ കയറി നോക്കിയിട്ടില്ല. കയറി നോക്കുമ്പോൾ അറിയാം എന്താണ് അവസ്ഥ എന്ന്. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ വന്നു. ഇത് ചുമ്മാ ഷോയ്ക്ക് വെച്ചാൽ ഡോറിങ്ങനെ ഇൻവെൻട്രി തികയാത്തോണ്ട് അങ്ങോട്ട് എടുത്തങ്ങ് വെച്ച്. ഒരു ചെസ്റ്റിൽ ഇത്ര ഐറ്റംസ് കിട്ടി. ഇത് 3 സ്കെൽട്ടനെ കൊന്നാണ് ഈ അമ്പും ഹെൽമെറ്റൊക്കെ. അപ്പോൾ ഇത്ര ഐറ്റംസ് കിട്ടിയിട്ട് ഫുഡൊക്കെ സെറ്റായി. ഇവിടെ ഒന്ന് പിന്നെ ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് കട്ട മൈനിങ് ആയിരുന്നു ഗൈസ്. ഞാനിപ്പോൾ ഒരു സൂത്രം കാണിച്ചു തരാം. ഇത് ഞാൻ മേടിച്ച ഷോക്കറാണ് കേട്ടോ. ഞാൻ ക്രൂസോൻ്റെ നിന്ന് മേടിച്ചു. ലുക്ക് ഗൈസ്, 3 ഡയമണ്ട് ബ്ലോക്കും 4 ഡയമണ്ടും 12 ലാപ്പിസ് ലസൂലിയും ബ്ലോക്കും 6 ലാപ്പിസ് ലസൂലിയും 17 അയൺ ബ്ലോക്കും 6 അയണും 15 കോൾ ബ്ലോക്കും 5 കോളും 5 ഗോൾഡ് ബ്ലോക്ക് 25 റെഡ് സ്റ്റോൺ ബ്ലോക്ക്. പിന്നെ ഇത് റെഡ് സ്റ്റോൺ 5 എണ്ണം. പിന്നെ ഇത് നോക്ക്, ഫോർച്യൂണിൻ്റെ ഒരു പിക്കാക്സ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരം പറ്റി. 3 ഡയമണ്ട് കൊടുത്ത് പിക്കാക്സ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. 1 ഡയമണ്ടിന് ഷോപ്പിൽ കിട്ടുമായിരുന്നു. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ബുക്കും കൂടെ ബുക്കിന് 1 ഡയമണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ 4 ഡയമണ്ട് കൊടുക്കേണ്ടി വന്നു. 3 ഡയമണ്ട് മതിയായിരുന്നു. പിന്നെ ഇത് 3 ഡയമണ്ടിന് ക്രൂസോ ഓഫറിൽ തന്നൊരു സാധനമാണിത്. അൺബ്രേക്കിംഗ് 3 സ്കിൽ ടച്ച്, എഫിഷ്യൻസി മെൻറ്റിങ്, അങ്ങനെ എല്ലാം ഉള്ള. എഫിഷ്യൻസി 3 ആണ്, നല്ല കുഴപ്പമില്ല. നമുക്ക് പിന്നെ ബുക്ക് കിട്ടുമ്പോൾ കൂട്ടാം. പിന്നെ ഒരു ട്രൈഡൻറ്റ്. അത് ഇവിടെ വന്ന് ക്രൂസോ വെറുതെ നോക്കിയിരിക്കാൻ നേരത്തെ ഒരു പുള്ളി അവിടെ കിടന്നിട്ട് ട്രൈഡൻറ്റ് ക്രൂസോ ഒരൊറ്റ അടിക്ക് കൊന്നു കളഞ്ഞ്. ഇവിടെ അല്ല, ഇങ്ങേറ്റ നോക്കാം. അത്യാവശ്യം ഞാൻ കുറച്ച് മൈൻഡ് ചെയ്തു. ഇവിടെ ഒരു 200 ബ്ലോക്കേ പോയിട്ടുള്ളൂ. കാരണം അവിടെ ചെല്ലുമ്പോൾ ഒരു കേവാണ്, അതിൽ കൂടുതൽ പോകാൻ പറ്റത്തില്ല. ഇനി കട്ട മൈനിങ് ആയിരിക്കും ഞാൻ. കാരണം ഇഷ്ടംപോലെ ഡയമണ്ട് ആവശ്യമുണ്ട്, സാധനങ്ങളൊക്കെ മേടിക്കേണ്ടതുണ്ട്. നമ്മൾ വേറൊരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമേ ചെന്ന് നിന്നൊരു സ്ഥലത്ത് നിന്നൊക്കെയാണ് ഔട്ട്ഡോറൊക്കെ പറഞ്ഞത്. അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒരു വില്ലേജും ഉണ്ട്, അത്യാവശ്യം നല്ല സ്ഥലവുമാണ്. അപ്പോൾ ഇതങ്ങ് എടുക്കാമെന്ന് വെച്ചു. പിന്നെ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു വില്ലേജർമാരെ പൂട്ടിയിടുന്ന സെറ്റപ്പ് ഇല്ലാന്നേ ഉള്ളൂ. അതിനൊരു പണി ചെയ്താൽ മതി. ഫുള്ള് ലൈറ്റപ്പ് ചെയ്തിട്ട് ശരിക്കും ലൈറ്റപ്പ് ചെയ്യണം. അപ്പോൾ മോബൊന്നും സ്പോൺ ആവില്ല. എന്നിട്ട് വില്ലേജർമാർക്ക് എല്ലാവർക്കും ഓരോ വർക്ക് സ്റ്റേഷൻ വെച്ച് കൊടുത്താൽ മതി. അന്നേരം അവർ പിന്നെ ഇവിടുന്ന് പോവില്ല. ആ വർക്ക് സ്റ്റേഷൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കും. ഇതിപ്പോൾ പിറ്റോസാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം അന്നേരം ഞാനിങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഞാനത് കഴിഞ്ഞ് അന്നേരം തന്നെ പോയായിരുന്നു. കാരണം എനിക്ക് വേറൊരു പണി ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അന്നേരം ജസ്റ്റ് ഒന്ന് ഇറങ്ങി. മീൻസ് ഗെയിമിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ ഒരു പണിയുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറകെ പോയി. പിന്നെ നൈറ്റ് ആയപ്പോഴാണ് അവൻ എൻ്റെ ബേസ് എവിടെയാണെന്ന് കണ്ടത്. അപ്പോൾ അവൻ പറഞ്ഞു ഇച്ചിരൂടെ നീക്കി വെക്കേണ്ടി വരും, കാരണം അവിടെ അങ്ങനെ ഒരു പ്രശ്നമാണ്. പിന്നെ അവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ ഒത്തിരി മൈനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഒരു കുഴി മാത്രമേ കുഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുഴി 11 വരെ എത്തിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുഴി എന്ന് പറയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ 11 വരെ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ബിൽഡൊക്കെ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ക്രൂസോയ്ക്ക് എൻ്റെ മൈനിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ ക്രൂസോ മൈൻ ചെയ്യാൻ തുടങ്ങി. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഡയമണ്ടൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ അവൻ അവിടുന്ന് മൈൻ ചെയ്ത് കണ്ടുപിടിച്ചതിൽ നിന്നാണ്, പിന്നെ അങ്ങനെ ഞാൻ മൈൻ ചെയ്ത് കണ്ടുപിടിച്ചതെന്നാണ് എനിക്ക് പിക്കാക്സ് ഉണ്ടാക്കിയത്. പിന്നെ അതിൽ നിന്നുണ്ടായിരുന്ന ഒരു ഡയമണ്ട് വെച്ചിട്ടാണ് ബുക്ക് മേടിച്ചത്. പിന്നെ അവിടുന്ന് തന്നെ കിട്ടിയ ഡയമണ്ട് വെച്ചിട്ടാണ് ഞാൻ ഇതുണ്ടാക്കിയത്, ക്രാഫ്റ്റിംഗ് ടേബിൾ, എൻചാൻമെൻറ്റ് ടേബിൾ. പിന്നെ ക്രൂസോ അവിടെ ചെന്ന് മൈൻ ചെയ്ത് ഒരു
കുറേ എണ്ണം തന്നെ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു പിന്നെ ഒറ്റയടിക്ക്. അപ്പോൾ അതിൽ നിന്ന് അവൻ എൻ്റെ മൈനിങ്ങിൽ എന്താണേലും കുഴിച്ചല്ലേ എന്ന് ഓർത്ത് ഒരു 12 എണ്ണം. അപ്പോൾ എനിക്ക് സന്തോഷം. അയ്യോ, അപ്പോൾ വേറെ പണിയൊന്നുമില്ല. ഞാനിത് ജസ്റ്റ് ഇനി മുതലുള്ള വീഡിയോസിൻ്റെ ഒക്കെ ലെങ്ത് ഭയങ്കര കുറവായിരിക്കും. കാരണം എനിക്ക് ഈ ബിൽഡ് ചെയ്യുന്നതിനോട് ഒത്തിരി താല്പര്യമില്ല. മീൻസ് ബിൽഡ് ചെയ്യുന്ന വീഡിയോസ് ഇടാൻ വലിയ താല്പര്യമില്ല. പകരം ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് അത് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് തരുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാരണം ഈ ബിൽഡ് ചെയ്യുന്നതൊക്കെ നോർമലി ഇങ്ങനെ ഒരു വീട്ടിൽ എനിക്ക് ബിൽഡ് ചെയ്യാൻ അറിയത്തുമില്ല. അപ്പോൾ എന്തിനാ വെറുതെ വലിച്ചിടും. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ് ചെയ്തേക്കുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കുവാണെങ്കിൽ ഞാനിങ്ങനത്തെ ഇപ്പോൾ ഞങ്ങളിങ്ങനത്തെ MB എന്നുള്ള മൈൻഡ് ബസ്റ്റേഴ്സിൽ നിന്നുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഇവിടെ ടോർച്ചില്ല അല്ലേ. അപ്പോൾ മൈൻഡ് ബസ്റ്റേഴ്സിൽ നിന്നുള്ള വീഡിയോസൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് സബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഞെക്കണം. എന്നാലേ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അറിയ പോലുമില്ല ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എൻ്റെ അമ്മോ ഗൈസ് കാണിക്കാൻ മറന്നുപോയി. ഔട്ട്രോ പറയാനും സമ്മതിക്കത്തില്ല. പറയായിരുന്നു നന്നായി. ലുക്ക് ഗൈസ്, നമ്മൾ ഫുള്ളി ആർമേഡായി ബിക്കോസ് ഓഫ് നല്ല രീതിയിൽ അയൺ കിട്ടി ഇവിടെ നിന്ന്. അപ്പോൾ ക്രൂസോ പറഞ്ഞു എന്താണ് ഈ ലൈൻ കിട്ടിയതല്ലേ, ഈ സെർവറിലായതുകൊണ്ട് ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഇതൊക്കെ ഇടണം എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എങ്ങാനും സെർവറിലൊക്കെ അടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യമായ പണിയിലൊക്കെ ആണെങ്കിൽ മോളിൽ നിന്നൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചാവരുത്. ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചാവരുത്. കാരണം സെർവറാണല്ലോ. പിന്നെ മറ്റേ വേൾഡ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. സ്പോണായി കഴിഞ്ഞാൽ സ്പോണിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും വീട് വെക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ബെഡ് ഉണ്ടെങ്കിലും എങ്ങാനും അവിടെ പോയി കഴിഞ്ഞാൽ പണി കിട്ടില്ലേ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതേപോലത്തെ MBയുടെയോ മൈൻക്രാഫ്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റ എന്തി ടാറ്റാ.